ഹായ് ഓൾ, അനു again. നമ്മളുടെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് പഠിച്ചു പോയ പോർഷൻസ് നമ്മൾ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നല്ലോണം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഗെയിൻ ഞാൻ വീണ്ടും കൂടുതൽ നിങ്ങളുടെ സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഗീവ് ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഫാമിലീസ്. മക്കളെ കണ്ടോ, എഥീൻ അല്ലെങ്കിൽ എഥൈൻ ഇത് രണ്ടിൻ്റെയും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ആൽക്കീൻ ഫാമിലിയുടെയും ആൽക്കൈൻ ഫാമിലിയുടെയും ഫസ്റ്റ് മെമ്പറിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറും സ്ട്രക്ചറൽ ഫോർമുലയും വരയ്ക്കാനായിട്ടാണ്. ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. മക്കളെ, ഇപ്പോൾ ആൽക്കെയിൻ ഫാമിലിയുടെ ഫസ്റ്റ് മെമ്പറാണ് ചോദിച്ചെങ്കിലോ അത് ഈഥെയിൻ അല്ല, മീഥെയിൻ ആണ് കേട്ടോ. ഒരു കാർബൺ ആറ്റമുള്ള ആദ്യത്തെ മെമ്പർ. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തോണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം, നമ്മളുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിളായിരുന്നു ആൽക്കെയിൻസ് എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് മാത്രം. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, ഡബിൾ ബോണ്ട് ഉള്ളതും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതും. ഡബിൾ ബോണ്ട് ഉള്ളത് ആൽക്കീൻസും ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ആൽക്കൈൻസും. ആൻഡ് അഗെയിൻ ഇവരുടെ ജനറൽ ഫോർമുലയും കൂടെ ഒന്ന് ഓർത്തെടുത്തോണം. ആൽക്കെയിൻസ് ആണെങ്കിലോ CnH2n+2, ആൽക്കീൻ ആണെങ്കിൽ CnH2n, ആൻഡ് ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2. ആൻഡ് ഇനി എഥീൻ എന്ന് പറഞ്ഞാൽ C2H4, എഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H2. ഇവരുടെ രണ്ടുപേരുടെയും സ്ട്രക്ചർ വരയ്ക്കുന്നതും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുന്നതും ഡയഗ്രാം പോസ് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് ആൻസർ നോക്കണം. ഇനി നമുക്ക് IUPAC നെയിംസ് എഴുതാനായിട്ടാണ്, നോമൻക്ലേച്ചർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെയൊക്കെ IUPAC നെയിംസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിൽ നമ്മൾ നെയിമിങ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റൂട്ട് വേർഡ് എന്തായിരിക്കും? എത്തായിരിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വല്ലതും ഉണ്ടോ. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണ്. ആൻഡ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, OH ആണ്. ദാറ്റ് മീൻസ് ആൽക്കഹോളാണ്. ആൽക്കഹോളിന് നമ്മൾ ചേർക്കുന്ന സഫിക്സ് ഓളായിരുന്നു. അപ്പോൾ എഥെയിൻ്റെ അതും ദെൻ ആൽക്കഹോളിൻ്റെ സഫിക്സും കൂടെ നോക്കുമ്പം എഥനോൾ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേരിടുക, എഥനോൾ. ദെൻ നമ്മൾ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുന്നു. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3 എന്ന് കാണുന്നു. അപ്പോൾ റൂട്ട് വേർഡ് പ്രൊപ്പാണ്. ആൻഡ് അഗെയിൻ നമ്മൾ നോക്കുന്നു എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, C ഡബിൾ ബോണ്ടോ, അതായത് കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും പ്രൊപ്പനോൺ. ദെൻ നമ്മളുടെ തേർഡ് വൺ നോക്കുകയാണെങ്കിലോ എഗെയിൻ അവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കുകയാണ്. വി ആർ ഹാവിങ് 2 കാർബൺ ആറ്റംസ് ഹിയർ. ആൻഡ് ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്, COOH, അതായത് കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2 കാർബൺ ആറ്റംസിൻ്റെ എത്തും കാർബോക്സിലിക് ആസിഡിൻ്റെ ഓയിക് ആസിഡും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പേര് എന്ത് വരും? എഥനോയിക് ആസിഡ്. ഇതിൻ്റെ നോമൻക്ലേച്ചറിൻ്റെ ആ ഒരു റൂട്ട് മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ കോമ്പൗണ്ടിൻ്റെയും കൂടെ പേര് എങ്ങനെ എഴുതുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കിവിടെ തന്നേക്കുന്ന കോമ്പൗണ്ടിനകത്ത് നമ്മൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 ആൻഡ് 6. അപ്പോൾ 6 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് വേർഡ് എന്തായിരിക്കും? ഹെക്സ് ആണ്. ദെൻ നമ്മൾ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കി. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളപ്പോൾ അതെന്താണ്? ഒരു ആൽക്കൈൻ ആണ് അല്ലേ? അപ്പോൾ ആൽക്കൈൻ ആയതുകൊണ്ട് ഹെക്സും ആൽക്കൈൻ്റെ YNE. അപ്പോൾ ഇത് ഹെക്സൈൻ ആണെന്ന് മനസ്സിലാവും. ദെൻ അതുപോലെ തന്നെ ഈ ട്രിപ്പിൾ ബോണ്ട് എവിടെയാണെന്ന് കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ടു മേക്ക് ദിസ് നെയിം മോർ ഇൻഫോർമേറ്റീവ്, നമുക്ക് ട്രിപ്പിൾ ബോണ്ട് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണെന്ന് നമുക്കിതിനകത്ത് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെയാണ് നമ്മളുടെ ട്രിപ്പിൾ ബോണ്ട് വന്നേക്കാം. സോ ഇതിൻ്റെ IUPAC നെയിം എന്ത് വരും? 1 ഹെക്സൈൻ. ഇനി നമുക്ക് നെയിം തന്നിട്ടുണ്ട്,
ഹെക്സനാൽ C5H11CHO. അപ്പോൾ ഹെക്സനാലിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും? 6 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവും. ആൻഡ് ആൽ അത് എന്തിൻ്റെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സഫിക്സ് ആണ്? ആൽഡിഹൈഡിൻ്റെ ആണ് അല്ലേ. ആൽഡിഹൈഡ് എന്ന് പറയുന്നത് CHO. അപ്പോൾ 6 കാർബൺ ആറ്റംസ്, ദെൻ അതിലൊരു കാർബൺ ആറ്റംസിൽ ഒരു ഡബിൾ ബോണ്ട് OH വരും. ബാക്കിയുള്ള ഓരോ കാർബൺ ആറ്റംസും അതിൻ്റെ ടെട്രാ വാലൻസി, അതായത് ഒരു കാർബൺ ആറ്റത്തിലേക്ക് 4 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജനെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ സ്ട്രക്ചർ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഡയഗ്രാം നീറ്റായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും നോക്കുന്ന റൂൾസ് എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൻഡ് അഗെയിൻ ഏതെങ്കിലും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്നതും. അതായത് നമുക്ക് നെയിമിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് പോകുമ്പോഴും സ്ട്രക്ചറിൽ നിന്ന് നെയിമിലേക്ക് പോകുമ്പോഴും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അതായത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ദ മോളിക്കുലർ ഫോർമുല C3H6O can represent an aldehyde as well as a ketone. Write their structures and name them. How are they related to each other? ഈ രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ സെയിം കൺസെപ്റ്റ് വേറൊരു രീതിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കോമ്പൗണ്ട് X ഹാസ് എ മോളിക്കുലർ ഫോർമുല C3H6O with a structural formula of CH3CH2CHO. Give the IUPAC name and ഇതിന് വേറെ ഒരു ഈ സെയിം മോളിക്കുലർ ഫോർമുലയിൽ വേറെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാകാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും IUPAC നെയിമും എന്താണ്? ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ് പ്രൊപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു CHO ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആൽഡിഹൈഡ് ആദ്യം എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും CH3CH2COH. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഈ ആൽഡിഹൈഡിൻ്റെ പേര് എങ്ങനെ വരും? പ്രൊപ്പ് ആൻഡ് അതിൻ്റെ സഫിക്സ് ആലും കൂടെ വരുമ്പം പ്രൊപ്പനാൽ വരും. ആൻഡ് അഗെയിൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ദെൻ ഈ 3 കാർബൺ ആറ്റംസ് നോക്കിയിട്ട് ഇതിൻ്റെ സെൻട്രൽ കാർബൺ ആറ്റത്തിൽ നമ്മളൊരു കീറ്റോൺ ഗ്രൂപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം മോളിക്കുലർ ഫോർമുലയിൽ നമുക്ക് CH3COCH3 അതെന്താണ്? പ്രൊപ്പനോൺ, ഒരു കീറ്റോൺ ആണ്. ഒരു ആൽഡിഹൈഡും ഒന്നൊരു കീറ്റോണുമാണ്, ബട്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല. അപ്പോൾ ശരിക്കും ഇവർ സെയിം മോളിക്കുലർ ഫോർമുല ആണെങ്കിലും 2 ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവരെ നമ്മൾ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് പഠിച്ചതും ഓർക്കണേ. അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. Explain isomerism. State any 4 characteristics of isomers. Draw the structures of possible isomers of ബ്യൂട്ടീൻ C4H10. അപ്പോൾ മക്കളെ ഐസോമറിസം എന്താണെന്നാണ് പറഞ്ഞിരുന്നത്? അതായത് സം കോമ്പൗണ്ട്സ് അല്ലേ, അവർക്ക് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷെ അവർക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും. നമ്മൾ ഇത്തിരി മുമ്പ് ഒരു ഫങ്ഷണൽ ഐസോമേഴ്സിനെ കണ്ടില്ലേ? അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിലും ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സാണ്. അതുപോലെ തന്നെ 2 സ്ട്രക്ചേഴ്സ് വരുന്ന കോമ്പൗണ്ട്സും. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അതിൽ നമുക്ക് 4 എണ്ണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓബിയസ്ലി അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ദേ ആർ ഹാവിങ് എ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ദെൻ അവരുടെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദേ ആർ മെൽറ്റിംഗ് പോയിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് സെയിം സോൾവെൻറ്റിലുള്ള അവരുടെ സോല്യൂബിലിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലേ ബ്യൂട്ടൈൻ്റെ പോസിബിൾ ഐസോമേഴ്സ് ഏതാണെന്ന്. അതായത് C4H10 അതായത് 4 കാർബൺ ആറ്റംസ് ഉള്ള ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ഡിഫറെൻറ്റ് പോസിബിൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും? നമ്മൾ 4 കാർബൺ ആറ്റംസ് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട്. അപ്പോൾ നമ്മുടെ നോർമൽ ബ്യൂട്ടൈൻ അതിനെ നമ്മൾ N ബ്യൂട്ടൈൻ എന്നാണ് വിളിക്കുക. അതായത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ആദ്യത്തെ സ്ട്രക്ചർ. ദെൻ അതുപോലെ തന്നെ നമുക്ക് 3 കാർബൺ ആറ്റംസ് നേരെ വന്നിട്ട് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ബ്രാഞ്ച് പോലെ, അതായത് നമ്മളുടെ ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്, അതായത് CH3CH3 അതായത് നടുക്ക് CH ഗ്രൂപ്പിൻ്റെ ബാക്കിയുള്ള 3 വാലൻസിയിലേക്കും ഓരോ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് നോർമൽ ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനും ഈ 2 എണ്ണമാണ് നമുക്ക് ബ്യൂട്ടൈന് പോസിബിൾ ആയിട്ടുള്ള 2 സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ദെൻ ഇതിൻ്റെ ഇടയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള നമ്മൾ
പല രീതിയിലെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണ്. വൈ കാൺ വി ഹാവ് ഐസോമേഴ്സ് ഓഫ് ഫസ്റ്റ് 3 മെമ്പേഴ്സ് ഓഫ് ആൽക്കീൻ സീരീസ്? നമുക്ക് ബ്യൂട്ടൈൻ, അതായത് 4 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് തൊട്ടാണ് ഐസോമേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ മീഥേനുണ്ട്, ഈഥേനുണ്ട്, പ്രൊപ്പീനുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഐസോമേഴ്സ് ഇല്ലാത്തതെന്ന് ഓർത്തോണം. ഈ 3 കാർബൺ ആറ്റംസ്, 2, 1, 2, 3, ഈ മിനിമം 3 കാർബൺ ആറ്റംസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്കൊരു ബ്രാഞ്ചിങ് പോസിബിൾ ആണോ? ഇല്ല. എങ്ങനെ എഴുതിയാലും അവർ ഒരേപോലെ ഇരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്, സിൻസ് ദേ കാൺട്ട് ബ്രാഞ്ച് ഫർദർ, ദേ കനോട്ട് ഫോം ഐസോമേഴ്സ്. അതാണ് അതിൻ്റെ റീസൺ. മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ നമ്മൾ പറഞ്ഞേക്കുന്ന ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇനി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും പ്രയോറിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞാൻ എഗെയിൻ വീണ്ടും 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 ഓർമ്മിപ്പിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാൻ തന്നെ നിങ്ങൾ വിചാരിച്ചോ. മക്കളെ, റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു സമയം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതും പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എഗെയിൻ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചുറപ്പിച്ച തിയറി പോർഷൻസ്, അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കറിയണം. നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അത് എങ്ങനെ ആൻസർ പേപ്പറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ഓർമ്മയിൽ ഉറപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഓരോ ഓപ്പർച്യൂണിറ്റീസും നല്ലോണം ഉപയോഗിക്കണം. ആൻഡ് നമുക്ക് വീണ്ടും അടുത്തൊരു ലെക്ചറിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. റിവിഷൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ അടുത്ത ലെക്ചറിൽ കാണുന്നത് വരെ ബൈ.